ഒക്ടോബർ 13 28-ാം ആഴ്ചയിലെ തിങ്കളാഴ്ച. ലൂക്ക 11:29 മുതൽ 32 വരെ വാക്യങ്ങൾ. ജനങ്ങളുടെ പാപങ്ങൾക്ക് താൻ അവരെ ശിക്ഷിക്കാൻ പോവുകയാണെന്ന് മുന്നറിയിപ്പ് നൽകാൻ ദൈവം യോന പ്രവാചകനെ നിനവയിലേക്ക് അയച്ചു. നിനവേക്കാർ യോനായുടെ മുന്നറിയിപ്പ് ശ്രദ്ധിക്കുകയും അവരുടെ പാപങ്ങൾക്കായി അനുതപിക്കുകയും ചെയ്തു. ദൈവം അവരോട് ക്ഷമിച്ചു. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു നിനവേക്കാരോട് യോന പ്രസംഗിച്ചതിനെ താൻ ഇസ്രായേലിനോട് പ്രസംഗിച്ചതിനോട് താരതമ്യം ചെയ്യുന്നു. എന്നാൽ ഇസ്രായേൽ ജനം യേശുവിൻ്റെ ആഹ്വാനത്തോട് പ്രതികരിച്ചതിനേക്കാൾ നിനവേക്കാൾ യോനായുടെ മാനസാന്തരത്തിനായുള്ള ആഹ്വാനത്തോട് കൂടുതൽ പ്രതികരിച്ചു. അതുകൊണ്ടാണ് യേശു പറയുന്നത്, ന്യായവിധി ദിവസത്തിൽ നിനവേക്കാർ എഴുന്നേറ്റ് നിന്ന് നിങ്ങളെ കുറ്റപ്പെടുത്തും. ഇന്ന് യേശു തൻ്റെ ശ്രോതാക്കളോട് തുറന്നു പറയുന്നു, ഈ തലമുറ ദുഷിച്ച തലമുറയാണ്. ഇവർ ഒരു അടയാളം അന്വേഷിക്കുന്നു. എന്നാൽ യോനായുടെ അടയാളം അല്ലാതെ മറ്റൊരു അടയാളവും നൽകപ്പെടുകയില്ല. തുടർന്ന് യേശു തന്നെ യോനായോട് ഉപമിക്കുന്നു. യോന നിനവേക്കാർക്ക് ഒരു അടയാളമായിരുന്നതുപോലെ താൻ ഈ തലമുറയ്ക്ക് അടയാളമാണെന്ന് അവിടുന്ന് പറയുന്നു. മനുഷ്യരായ നമ്മളും ചിലപ്പോഴൊക്കെ യേശുവിനോടോ ദൈവത്തോടോ ഒരു അടയാളം ചോദിക്കാറുണ്ട്, അല്ലേ? നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനത്തിന് യേശു സ്ഥിരീകരണം നൽകുമെന്നായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുക. അല്ലെങ്കിൽ യേശു നമ്മോടൊപ്പം ഉണ്ടെന്നതിൻ്റെ ഒരു അടയാളം ലഭിക്കാൻ നാം ആഗ്രഹിക്കുന്നു. വ്യക്തിപരമായി ഈ അടയാളം വ്യക്തവും സുതാര്യമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. എന്നിരുന്നാലും യോന നിനവേക്കാർക്ക് ഒരു അടയാളമായിരുന്നതുപോലെ ഇന്നത്തെ തലമുറയ്ക്ക് യേശു അടയാളമായിരിക്കുമെന്ന് അവിടുന്ന് തൻ്റെ ശ്രോതാക്കളോട് പറയുന്നു. യേശു മതിയായ അടയാളമാണോ? അതോ കൂടുതൽ ദൃശ്യമോ സ്പർശിക്കാവുന്നതോ ആയ എന്തെങ്കിലും നാം ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും യേശു ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്ന് നാം വിശ്വസിക്കുന്നുണ്ടോ? എപ്പോഴും ദൈവം നമുക്ക് നൽകിയ അടയാളമാണ് യേശു എന്ന് നമുക്ക് വിശ്വസിക്കാം. ദിവസത്തിലെ ഓരോ നിമിഷവും അവിടുന്ന് നമ്മോടൊപ്പം ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. പലപ്പോഴും സ്പർശിക്കാവുന്ന തെളിവുകൾ ആവശ്യമുള്ള ഒരു ലോകത്ത് അടയാളങ്ങളെക്കാൾ വിശ്വാസത്തിന് മുൻഗണന നൽകാൻ ഈ സുവിശേഷ ഭാഗം നമ്മെ വെല്ലുവിളിക്കുന്നു. യോനായുടെ പ്രസംഗത്തിൽ നിനവേക്കാർ അനുതപിച്ച പോലെ ഇന്ന് ജീവിക്കുന്ന നമ്മൾ നമ്മുടെ വഴികളിൽ നിന്ന് പിന്തിരിഞ്ഞ് ദൈവത്തിൻ്റെ ക്ഷമ തേടാൻ നാം വിളിക്കപ്പെടുന്നു. സോളമൻ്റെ ജ്ഞാനം കേൾക്കാനുള്ള തെക്കൻ രാജ്ഞിയുടെ യാത്ര ആത്മീയ ജ്ഞാനവും ഗ്രാഹ്യവും തേടാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലായി വർത്തിക്കുന്നു. ആധുനിക സാഹചര്യത്തിൽ ഈ സന്ദേശം നമ്മെ ബാഹ്യമായ സാധൂകരണം നിരന്തരം നേടുന്നതിന് പകരം ദൈവത്തിൻ്റെ വചനത്തിലും വാഗ്ദാനങ്ങളിലും വിശ്വസിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. അവസാനമായി ലൂക്ക 11:29 മുതൽ 32 വരെയുള്ള ഈ വാക്യങ്ങൾ നമ്മെ വിശ്വാസം, മാനസാന്തരം, ദിവ്യജ്ഞാനം എന്നിവ സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുന്നു. യേശുവിൻ്റെ ജീവിതം, മരണം, പുനരുദ്ധാനം എന്നിവ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും ആത്യന്തിക അടയാളങ്ങളാണെന്ന് ഇത് അടിവരയിടുന്നു.
വിശ്വാസത്തിൻ്റെയും പരിവർത്തനത്തിൻ്റെ ഒരു ജീവിതത്തിലേക്ക് ഇത് നമ്മെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവവുമായുള്ള നമ്മുടെ ബന്ധം കൂടുതൽ ആഴത്തിലാക്കാനും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വിശ്വാസം, മാനസാന്തരം, ജ്ഞാനം എന്നിവയുടെ തത്വങ്ങൾ ഉൾക്കൊള്ളാനും ശ്രമിച്ചുകൊണ്ട് ഈ സുവിശേഷ ഭാഗത്തിൻ്റെ പാഠങ്ങൾ നമുക്ക് ശ്രവിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം ബാംഗ്ലൂർ.